ആയി പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. ഇതാ അടുത്തൊരു വീഡിയോ കൂടി നോക്കി ഇട്ട് തരികയാണ്. എൻ്റെ കൂടി കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു കുടുംബം കുണ്ടറയിലുണ്ടായിരുന്നു. രാധാകൃഷ്ണൻ പിള്ള, വസന്ത, ഇവർ രണ്ടുപേരും ജില്ലാ തലങ്ങളിൽ എന്നോടൊപ്പം സുവിശേഷ വേലക്കുണ്ടായിരുന്നു. അങ്ങനെ വേലയെടുത്ത് നിൽക്കുമ്പോൾ 2016 ഈ രാധാകൃഷ്ണൻ്റെ മൂത്ത പെങ്ങളുടെ ഭർത്താവ് തുളസി എന്ന പേര്, പുള്ളി ആത്മഹത്യക്ക് മദ്യത്തിൽ കുരുടാൻ അഥവാ വിഷമിട്ട് അടിച്ചു. അങ്ങനെ 3 ആശുപത്രിയിൽ നിന്ന് ഒഴിവാക്കി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് ഈ ഫാമിലി പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ തുളസി അണ്ണൻ ആശുപത്രിയിലാണ്. അങ്ങനെ ഞാൻ പറഞ്ഞിങ്ങനെ എന്നാൽ പിന്നെ അവർ പറഞ്ഞു സീരിയസ് ആണ്, നാളെ 2 മണിയാകുമ്പോഴത്തേക്കും തീരുമെന്ന് പറയുന്നു, ഒരിക്കലും രക്ഷയില്ലെന്ന് പറയുന്നു, അവിടെ കിട്ടത്തില്ല. അങ്ങനെ അവിടെ ചെന്നു. തിരുവനന്തപുരത്ത് ചെന്നപ്പോഴത്തേക്കും ഈ തുളസി അണ്ണൻ കാല് ഉപ്പൂറ്റി നിരത്തും, ബാക്കി തല മാത്രം വെച്ചിങ്ങനെ വളഞ്ഞു വരും, തോർന്നു മറിഞ്ഞ് വീഴും. അപ്പോൾ ഏതാണ്ട് തീരാനുള്ള സമയനായി നിൽക്കുക. അപ്പോൾ അവരെല്ലാവരും വീട്ടുകാരെല്ലാവരും വന്ന് നിൽക്കുകയാണ്. മൈലക്കടന്ന സ്ഥലത്താണ് ഈ പ്രിയപ്പെട്ടവൻ്റെ വീട്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് തോന്നി അടുത്ത് ചെന്ന് സംസാരിക്കണം. ഞാൻ അടുത്ത് ചെന്ന് കാതിൽ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആദ്യം സംഭവിച്ചൊരു കാര്യം, ഈ വളഞ്ഞു നിൽക്കുന്ന ഒരാൾ ഈ കട്ടിലിന് പുറത്ത് നിന്ന് നിലത്തേക്ക് വീഴുന്നൊരു തോന്നൽ വന്നപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, തുളസിയണ്ണ നേരെ കിടക്കാൻ പറഞ്ഞു. പുള്ളി അനങ്ങാതെ പിന്നെ കിടന്നു. കാതിൽ ചെന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ് ഞാനതിനെ ക്രൂശീകരണം പറഞ്ഞ് ഞാനിങ്ങനെ പോകും. വന്ന ഉടനെ എന്നെ പുള്ളി ആ നിലവാരം മാറി സൗഖ്യമായി. മരണം അടുത്തേക്കായിരുന്നു, സൗഖ്യമായി. ഉടനെ തന്നെ ഡോക്ടർമാരും നഴ്സുമാരും വന്ന് അടുത്ത ഐസിയുയിലേക്ക് കയറ്റുകയാണ്. കയറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവരോട് പറഞ്ഞു, പോയി കഞ്ഞി കൊടുക്കാൻ നോക്ക്, എന്നിട്ട് അതിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. എന്തിനേറെ പറയുന്നു, രാവിലെ 11 മണിയായപ്പോൾ ഈ മനുഷ്യൻ സൗഖ്യം പ്രാപിക്കുകയും 4 മണിയായപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി. ഇപ്പോഴും ആ മനുഷ്യൻ ജീവനോടെ ഇരിക്കുന്നു. കർത്താവ് ഒരു അത്ഭുതം ചെയ്താൽ ആ അത്ഭുതമാണ്. ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല, ഞാനിങ്ങനെ 2 വാക്ക് പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെയാണ് പറയാറ്. ഇനിയും അടുത്ത ഒരുപാട് വീഡിയോസ് നിങ്ങളുടെ മുമ്പാകെ വരും. ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 3ാമത്തെ വീഡിയോ ആണ്. അടുത്ത ലുധിയാന മെഡിക്കൽ കോളേജിലുണ്ടായ ഒരു കാര്യം കൂടി അടുത്ത ദിവസം വരുന്നതായിരിക്കും. കാണാം. ഓക്കെ, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.